അമ്പലത്തിലേക്കെന്നും പോകുന്നു നിരീശ്വരൻ, അമ്പരന്നുപോയി നാട്ടാരെന്റെ ഈ മാറ്റം കാണുകെ. നാസ്തികനും ആസ്തികനും. എന്താണ് നാസ്തികൻ? ഈശ്വര വിശ്വാസമില്ലാതെ ഈശ്വരനില്ല, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ് ഇന്ന് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല ഭക്തർ. ആസ്തികർ, ഞങ്ങൾ ഭക്തന്മാരാണെന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടുന്ന വിപ്ലവാത്മകമായ നടപടികൾ കണ്ടാൽ നമുക്ക് തന്നെ ഒരുപക്ഷെ ചിരി വന്നു പോകും. ഒരു ക്ഷേത്ര ദർശനം നമ്മൾ നടത്തുന്നു, എന്തിനാ ക്ഷേത്ര ആരാധന നടത്തുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിനൊരു പരിപാവനമായിട്ടുള്ള ഒരു ഉന്മേഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അവിടുത്തെ അന്തരീക്ഷത്തിലൂടെ. അപ്പോൾ അവിടുത്തെ മണിയടി, ശംഖുവിളി, നാമജപം കൃത്യമായിട്ട് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നാമോച്ചാരണം നടത്തിക്കോളാം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം എന്താണ് പറയുന്നത് വെച്ചാൽ രസകരമായ സംഭവമാണ്. ഒരു ക്ഷേത്രത്തിലേക്ക് ഞാൻ പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ പടിക്കെട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ പ്രായമായ വൃദ്ധന്മാർ ധാരാളമുണ്ട്. പിന്നെ ഒരു സൈഡിൽ പ്രായമായ അമ്മമാർ ഇരുന്ന് നാരായണീയം ജപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പലരും തെക്കോട്ടിരുന്നാണ് നാരായണീയം ജപിക്കുന്ന ഒരു വരി ഞാൻ കണ്ടത്. അവരോട് എനിക്ക് പറയാൻ പറ്റുമോ, അമ്മമാരെ നിങ്ങൾ തെക്കോട്ടിരുന്ന് നാരായണീയം ജപിക്കരുത്, അല്ലെങ്കിൽ തെക്കോട്ടിരുന്ന് ദൈവങ്ങളെ ഒന്നും വിളിക്കരുതെന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ നമ്മളെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയിട്ടില്ല. ആ കാര്യം അവർ ചെയ്യുന്നത് അവർ അനുഭവിക്കട്ടെ. നമ്മൾ ആരോടും ഒന്നും പറയാൻ പാടില്ല. ദൈവമേ അവർ ചെയ്തത് അവരുടെ ആ മാനസികമായ ശക്തി അനുസരിച്ചാണെങ്കിൽ അവർ ചെയ്ത തെറ്റിന് പൊറുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പം ഇവിടെ അമ്മാവന്മാര് വലമൊക്കെ ചുറ്റി വന്നിട്ട് നാട്ടുകാരുടെ പരദൂഷണമാണ് കൂടുതലും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അമ്പലം എന്താണ്, വിശ്വാസി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കറകളഞ്ഞ വിശ്വാസത്തോടെ കൃഷ്ണനെ കാണാൻ പോകുമ്പോഴും ശിവനെ കാണാൻ പോകുമ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ മറ്റൊരാൾക്ക് കൂടി നന്മ വരണമെന്നാഗ്രഹിച്ച് പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ തൈലക്കുടം, അത് തൈലവും ഏന്തി, കുടത്തിൽ വലിയ കുടത്തിനകത്ത് തൈലവും നിറച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്നത് പോലെയായിരിക്കണം പ്രദക്ഷിണം ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം ചെയ്യുന്നത് ഓട്ടപ്രദക്ഷിണമാണ്. ഓരോ ദേവന്മാർക്കും ഓരോ തവണ, എത്ര തവണ നമ്മൾ പ്രാർത്ഥിക്കണം. കൃഷ്ണന് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനും ദേവിക്കുമൊക്കെ 4 തവണ പ്രാർത്ഥിക്കണമെന്നാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ശിവക്ഷേത്രത്തിലെ ഓവുചാല് മറികടന്ന് പോയിക്കൂടാ എന്ന് പറയാൻ കാരണമെന്ത്? ഈ ഓവുചാലിൽ കൂടെ പോകുന്ന പറഞ്ഞാൽ ഗംഗാമാതാവാണ്. അപ്പം ഗംഗാമാതാവിനെ ചവിട്ടി പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് തിരിച്ചപ്രദക്ഷിണമായിട്ട് നമ്മൾ ശിവക്ഷേത്രത്തിൽ വരുന്നത്. എന്നാൽ ശിവക്ഷേത്രത്തിൽ കൃഷ്ണ ഭഗവാനോ അല്ലെങ്കിൽ ദേവിയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വലം വയ്ക്കുകയും ചെയ്യാം. ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ ഗരുഡ ഭഗവാന്റെ നേരെ തിരുനടയിൽ ഇരിപ്പുണ്ട്. ഒരു പെൺകുട്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോൾ അവിടെ നിന്നൊരാൾ പറഞ്ഞു, മോളെ എങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല, മോള് പ്രദക്ഷിണം ചെയ്യണമെങ്കിൽ ചുറ്റി ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് വരണം, അല്ലാതെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ഗരുഡ ഭഗവാനെയും ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ആ കുട്ടി വളരെ സന്തോഷത്തോടെ ഇനി അങ്ങനെ ചെയ്യില്ല. അതേപോലെ നന്ദികേശ്വരനും ശിവഭഗവാനും ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ഒരു പക്ഷേ നമ്മൾ കുറ്റക്കാരായി തീരാം. പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് വലിയ പുരുഷന്മാർ ഷർട്ട് ഊരാൻ ഇതിന് മടിയാണ്. ഷർട്ട് ഊരി വേണം യഥാർത്ഥത്തിൽ ഭഗവാനെ ദർശിക്കാൻ, ഭഗവതി ദർശിക്കാൻ. കാര്യം അവരുടെ ദർശനം വരുന്നത് പുരുഷന്റെ ഹൃദയ ഫലകത്തിലേക്കാണ് വരുന്നത്. ദേവിയുടെ ആയാലും ദേവന്റെ ആയാലും ദർശനം. അത് മറിച്ച് സ്ത്രീകളിലേക്കാണെങ്കിൽ അവരുടെ ഭ്രൂമധ്യത്തിൽ വരും. എന്നാൽ ഇന്നത്തെ സ്ത്രീകളെല്ലാം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വലിയ സ്റ്റിക്കർ പൊട്ടിട്ടുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. വലിയ സ്റ്റിക്കർ പൊട്ടിടുമ്പോൾ ആ സ്റ്റിക്കർ പൊട്ടിൽ തട്ടി ഭഗവാന്റെ ദർശനം, ഭഗവതി ദർശനം തിരിച്ചു പോകും. അപ്പോൾ അവർക്ക് പുണ്യം കിട്ടത്തില്ല, ദർശനത്തിൻ്റെ പുണ്യം കിട്ടുകയില്ല. പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ പ്രസാദമൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഉള്ള ഒരു കാണിക്ക സമർപ്പിക്കണം. സമർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ദർശനമെല്ലാം കഴിഞ്ഞിട്ട് നേരെ
നമ്മുടെ സ്വക്ഷേത്രം എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് തന്നെ വന്നു ചേരണം. കാര്യം ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ പുണ്യം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാകണം. എന്നാൽ ഇവിടെ പലരും മറിച്ച് തൻ്റെ ചേച്ചി അപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ്റെ വീട് അപ്പുറത്താണ്, അവിടെ പോയി ചായയൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദർശിച്ച ആ പുണ്യം ആ വീട്ടിലേക്ക് കൊടുത്തിട്ട് പോകും. അതുകൊണ്ട് ദർശനം ചെയ്യുമ്പോൾ ദർശനം ചെയ്യേണ്ട രീതി എന്താണ്? അവിടെ എഴുതി വച്ചിരിക്കുന്നത് പോലെ നാമം, ഉള്ളിൽ നാമം ജപിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അമ്പലമാകുമ്പോൾ ഓം നമോ നാരായണായ മന്ത്രം ജപിച്ച് പതുക്കെ പതുക്കെ മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ വന്ന് ചിലർ കമന്നടിച്ച് വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കമഴ്ന്നടിച്ച് വീഴുന്നതിലൊന്നും കഥയില്ല. അതൊന്നും ശരിയായിട്ട് പറഞ്ഞാൽ അത് ഭക്തിയുടെ ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. അതാണ് ഭക്തി. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തരാകുന്നത് നാസ്തികന്മാരാണ്. അതിന് ദൈവഭയം അവർക്കുണ്ട്. ആസ്തികന്മാർ ഈ ഭക്തിയെക്കുറിച്ച് കൂടുതലും ഞാൻ ബോധവാന്മാരായിട്ടുള്ള ആസ്തികന്മാർ പറയും ഞങ്ങൾ ചെയ്യുന്നതാണ് എല്ലാം ശരിയെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൽ പോയാൽ ദർശനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ പ്രദക്ഷിണം ചെയ്യേണ്ടത്, അതിലേതെല്ലാം രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഉറച്ചു തീരുമാനിച്ച് ഭക്തിയുടെ ശരിയായ വഴി കണ്ടെത്തണം. സാക്ഷാൽ ഗുരുവായൂരപ്പൻ പോലും പറഞ്ഞു, മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ്. അതുകൊണ്ട്